സർ, കോൺഗ്രസിൻ്റെ യുവരാജാവ്, നമ്മുടെ ഭാവി പ്രധാനമന്ത്രി, നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരൻ, ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ കോടതികളിൽ നിന്നും നിരന്തരം തിരിച്ചടി കിട്ടുകയാണ്. ഏറ്റവും ഒടുവിൽ അലഹബാദ് ഹൈക്കോടതിയും അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളി. സിഖുകാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇക്കുറി ഹർജി തള്ളിയിരിക്കുന്നത്. എന്താണ് സാർ ഇതിൻ്റെ വിശേഷങ്ങൾ? വാങ്ചുക്കിനെ അല്ല, വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയായിരുന്നു പണ്ടേ പിടിച്ച് ജയിലിടേണ്ടി വന്നു. ലോകത്തിന് അത്രയും ദ്രോഹം കുറഞ്ഞു. പക്ഷെ അതെങ്ങനെ ചെയ്യും? ലോകം മുഴുവൻ പടർത്തിക്കൊണ്ട് നടക്കുക ഒരു സാംക്രമിക രോഗം പോലെ അദ്ദേഹം തൻ്റെ അരാജകത്വവും സദാചാര വിരുദ്ധതയും എല്ലാം കൂടെ ചേർന്ന് സഹിക്കാൻ വയ്യാത്ത ഒരാളായിട്ട് രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിൽ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കിട്ടുന്ന ഈ വ്യൂവേഴ്സ് റെസ്പോൺസിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇത് ഞാൻ പറയാം, അദ്ദേഹത്തിനോട് എന്തെങ്കിലും വിരോധം കൊണ്ട് പറയുന്ന വലിയ പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന ഒരു നേതാവിൻ്റെ പതനത്തിലാണ്. ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ, വലിയ കുടുംബത്തിൻ്റെ, രാഷ്ട്രീയ കുടുംബക്കാരൻ, പ്രധാനമന്ത്രി കുടുംബത്തിൻ്റെ കെയർ ഓഫിൽ നേതാവാകുക, രാഷ്ട്രീയ തലപ്പത്തിരിക്കുക, പിന്നെ MP ആവുക, സംഘത്തിൻ്റെ പുകഴ്ത്തലുകൾ കേട്ടുകൊണ്ട് വായി തോന്നുമൊക്കെ വഴിനീള വിളിച്ചു പറയുക, വായി തോന്നുമൊക്കെ പ്രവർത്തിക്കുക. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് കൗവീനം പോലും കൊടുത്തിട്ടില്ലാത്ത ഈ മനുഷ്യൻ, ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഈ മനുഷ്യൻ വന്ന് സവാർക്കറെ ഉൾപ്പെടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ വിവിധ ആശയഗതിക്കാരായിട്ടുള്ള ആൾക്കാരെയെല്ലാം നിർദാക്ഷിണ്യം ഉപമിക്കുക. തന്നെ രാഹുൽ ഗാന്ധിയുമായിട്ട് സവാർക്കർക്ക് ഉപമിക്കാൻ എന്താണുള്ളത്? ഐ എം നോട്ട് സവാർക്കർ ഗാന്ധി പറയുന്ന ധിക്കാരം. ഇയാൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഇയാളെക്കുറിച്ച്? ഗാന്ധി കുടുംബവും ഇല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം ശൂന്യം, പൂജ്യം അതാവുമായിരുന്നില്ല. ആ മനുഷ്യൻ എന്നിട്ട് നമ്മുടെ സ്ഥാപനങ്ങളെ, ഭരണഘടനയെ ഇങ്ങനെ പൊക്കിപ്പിടിക്കുക. അതേസമയം ഭരണഘടന എങ്ങനെയാണോ പ്രാവർത്തികമാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ടൂൾസ് അതിനെ മുഴുവൻ നശിപ്പിച്ച് കളയുക. ഇമാതിരി മുടിയനായ പുത്രം കാണിക്കുന്നത് പോലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നാശം വിതയ്ക്കുക മാത്രമല്ല, സൃഷ്ടിപരമായിട്ടോ രചനാപരമായിട്ടോ എന്തെങ്കിലും ഒരു സംഭാവന രാഷ്ട്രത്തിന് നൽകാൻ കഴിയാത്ത ഇയാളുടെ വായ്ത്താരി കെട്ടി ഇയാളെ പൊക്കിയെടുത്തുകൊണ്ട് ഇയാളുടെ ആശയദാരിദ്ര്യം അറിയാമെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും നക്സലൈറ്റുകളും നഗര നക്സലൈറ്റുകളും പ്രതിപക്ഷവും ഇയാളെ വെച്ചുകൊണ്ട് നമുക്ക് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നമുക്ക് അധികാരത്തിൽ നിന്ന് മോദിയെ പിടിച്ചിറക്കാമെന്നൊരു സ്വപ്ന ചിന്തയോടുകൂടി നടത്തുന്ന കോലാഹലങ്ങളാണ് നമ്മൾ ഇന്ന് നാട്ടിൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിരിക്കെ 2024 ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ US സന്ദർശനത്തിനിടെ പല അബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം, മണ്ടത്തരങ്ങളും രാജ്യദ്രോഹങ്ങളും. അതിലൊന്ന്, ഒരു പൊതുപരിപാടിയിൽ ഭാരതത്തിലെ സിഖുകാർ സുരക്ഷിതരല്ലെന്ന് പറഞ്ഞു. നമ്മൾ ഓർക്കുന്നുണ്ടത്. ഭാരതത്തിലെ സിഖുകാർ സുരക്ഷിതരല്ല. കാരണം എന്താ? ഈ മനുഷ്യനുള്ളത് കൊണ്ടാണ്. ആരും സുരക്ഷിതരല്ല. നമ്മളാരും രാഹുൽ ഗാന്ധി ഉള്ളിടത്തോളം നമ്മൾ സുരക്ഷിതരല്ല. അരുന്ധതി റോയിയെ പോലെ, രാഹുൽ ഗാന്ധിയെപ്പോലെ കുറേ പേര് ഈ രാജ്യത്തുള്ളിടത്തോളം നമ്മൾ സുരക്ഷിതരല്ല. കാരണം ശക്തമായ ഒരു കേന്ദ്രത്തെ തച്ചുടച്ചുകൊണ്ട് ഭീകരവാദികളുടെ ഇരയാക്കി നമ്മളെ അവർ മാറ്റും. അതാണ് അവരുടെ വാചാടോപങ്ങൾ, സംശയമൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിക്കുമ്പോഴേ പറ്റൂ. സരോജിനി മാർക്കറ്റിൽ നടന്നതുപോലെ നിരപരാധികളായ നമ്മൾ ദീപാവലിക്ക് വേണ്ടി ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവിടെ നമ്മളെ വെടിവെച്ചിടും. എന്നിട്ട് ഇന്ത്യ ഇരുന്ന് കരയും, പ്രധാനമന്ത്രി ഇരുന്ന് കരയും. ഒരു ഡോഷിയേഴ്സ് ആഫ്റ്റർ ഡോഷിയേഴ്സ് പാകിസ്ഥാനിലേക്ക് അയക്കും. അവർ ഡെനിയൽ മോഡിലായിരിക്കും. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയും. നമ്മുടെ കുട്ടികളെ, നമ്മുടെ സ്ത്രീകളെ, നമ്മളെ തന്നെ കൊന്നൊടുക്കുന്ന ഭീകരവാദം ഏതു നിമിഷവും ഏതെങ്കിലും അവിടെ ഒരു വിള്ളൽ കാത്തിരിക്കുകയാണ്. ആ വിള്ളലിൽ കൂടി കയറി വരാൻ. ആ വിള്ളലാണ് രാഹുൽ ഗാന്ധി, ആ വിള്ളലാണ് അരുന്ധതി റോയ്. ആ കള്ളത്തരങ്ങൾ, അവരുടെ വ്യാജ നിർമ്മിതമായിട്ടുള്ള നെറേറ്റീവുകൾ, ഇതൊക്കെയാണ് അവർക്ക് വരാനുള്ള അവസരങ്ങൾ. ഇതങ്ങനെ ഒരു നെറേറ്റീവാണ്. ഇന്ത്യയിൽ സിഖുകാർ സുരക്ഷിതരല്ല. ഇന്ത്യയുടെ പട്ടാളത്തിൻ്റെ പരമോന്നത പദവികൾ, രാഷ്ട്രീയ മേലധികാരത്തിൻ്റെ പരമോന്നത പദവികൾ ഒക്കെ തന്നെ അലങ്കരിക്കുന്നത് ഇന്ത്യയിലെ സിഖുകാരാണ്. എന്നെങ്കിലും അവർക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രാജീവ് ഗാന്ധിയുടെ അല്ല, ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജീവ് ഗാന്ധിയാൽ പ്രോത്സാഹിക്കപ്പെട്ട സിഖ് കലാപമാണ്. ഏതാണ്ട് 2000-ലധികം സിഖുകാരെ പച്ചയ്ക്ക് ഡൽഹിയിലിട്ട് കൊന്ന നിഷ്ഠുരമായിട്ടുള്ള ആ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി എന്നിട്ട് ഈ മനുഷ്യൻ പറയുക സിഖുകാർ സുരക്ഷിതരല്ല എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാം. ഇയാൾക്കറിയാം സിഖുകാർ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് എന്നുള്ളത് അറിയാം. ഹിന്ദു വിഭാഗത്തിൻ്റെ ഒരു ഓഫ് ഷൂട്ട് തന്നെയാണത് ഗുരുനാനാക്ക് സ്ഥാപിച്ചത്.
അങ്ങനെയുള്ളതിനെപ്പറ്റി ഇയാൾ ഇങ്ങനെ പറഞ്ഞ പ്രകോപനം സൃഷ്ടിച്ച് സിഖുകാരെ കലാപത്തിലേക്ക് നയിക്കുക. ബീഹാറിൽ പോയി പറഞ്ഞത് മുസ്ലിങ്ങളെ കലാപത്തിൽ നയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പക്ഷേ 20 വയസ്സുകാരനായിട്ടുള്ള ഒരു പയ്യൻ, വിവരദോഷി, നരേന്ദ്രമോദിയെ അമ്മയെയും ചേർത്ത് അവൻ്റെ അമ്മ പോലും കേൾക്കാൻ അറയ്ക്കുന്ന തെറി അവിടെ പറയുക എന്നുള്ള ഒരു കലാപത്തിൽ ഒതുങ്ങി. അവൻ്റെ വിവരദോഷത്തിൻ്റെ ഹിമാലയ പർവ്വതത്തിലേക്ക് അവൻ കയറി. അതുപോലെയുള്ള വിവരദോഷങ്ങളുടെ ഗൗരീ ശങ്കര ശിഖരങ്ങളിലേക്കാണ് ഓരോ വാക്കിൽ ഓരോന്ന് വായ്ത്താരി എടുത്തു പറയുന്നില്ല. ഈ മനുഷ്യൻ, ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അതെ, സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാര്യം, അദ്ദേഹത്തിൻ്റെ സദാചാരത്തെക്കുറിച്ചും നമ്മൾ പിന്നെ അതിനുള്ള സംവാദമല്ലല്ലോ ഇത്. അങ്ങനെയുള്ള ഒരു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള വിധത്തിൽ പൗരബോധമുള്ള ഒരാൾ ഇത് മതസൗഹാർദ്ദം തകർക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി നാഗേശ്വർ മിശ്ര എന്ന ആളാണിത് ഹർജി കൊടുത്തത്. വാരണാസിയിലെ പ്രത്യേക MP MLA കോടതി, അങ്ങനൊരു കോടതിയുണ്ട്, വിചാരണ കോടതി കൂടാതെ ആ MP MLA കോടതിയിലാണ് ഹർജി കൊടുത്തത്. ഹർജി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു സെഷൻസ് കോടതിയിലേക്ക് ഇത് കൊടുക്കൂ, വിചാരണ തുടരൂ. അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ആ കേസ് അങ്ങ് തള്ളണമെന്ന് പറഞ്ഞാണ് അലഹബാദ് ഹൈക്കോടതി. അല്ലാണ് കേസൊന്നും ഭരണഘടനയൊന്നും വേണ്ട, അയാൾക്ക് ബാധകമല്ല, കേസ് അങ്ങ് തള്ളിക്കോണം. ഇന്ത്യയിലെ പൗരൻ്റെ അവകാശമാണ്, ഭരണഘടന നൽകുന്ന അവകാശമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതു താല്പര്യ ഹർജി കൊടുക്കാവുന്നത്. ആ ഭരണഘടനാ അവകാശം ഇയാളുടെ പേരിൽ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ രാഹുൽ ഗാന്ധിയാണ്, എനിക്ക് ഈ ഭരണഘടനയൊന്നും ബാധകമല്ല, അതുകൊണ്ട് ഇയാളുടെ അവകാശം തള്ളിക്കളഞ്ഞോളാം. നോക്കിക്കോണം, പേടിയാണ്. ഒരുപാട് കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കേസ് കെട്ടാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നാണം കെട്ട മനുഷ്യൻ. ട്രംപ് പോലും ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ നാണിച്ചു. അതുപോലെ വിവരദോഷങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അല്ലെ, ഇങ്ങനെ കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് പോയി മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക. RSSനെതിരെ മാപ്പ് പറഞ്ഞു. എന്നിട്ട് പിന്നെ വാചകം, പത്രക്കാരെ കാണുമ്പോൾ വാചകം അടിക്കുന്ന എന്ത്, ഐ എം നോട്ട് സവർക്കർ, ഐ വോണ്ട് അപ്പോളജൈസ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്യം. എന്തൊരു വങ്കനും പുങ്കനും അറപ്പ് വരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് മാറുക. എല്ലാ അവസരത്തിലും അദ്ദേഹം മാപ്പ് പറഞ്ഞു. ഈ നാഗേശ്വർ മിശ്ര നൽകിയ അങ്ങനെ ഒരുപാട് പേര് ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയെക്കുറിച്ചൊരു ചിന്തയുള്ള, അധികാരമോഹമില്ലാത്ത, രാഹുൽ ഗാന്ധിയെ പോലെ അധികാരമോഹം കൊണ്ട് ഇങ്ങനെ നടക്കുന്ന, ചുരമാന്തി നടക്കുന്നവരല്ലാത്ത ഇന്ത്യക്കാർ, ഇന്ത്യയെ സ്നേഹിക്കുന്നവർ ഇങ്ങനെയുള്ള ഹർജികൾ കൊടുക്കാറുണ്ട്. ആ ഹർജികളിൽ പലതിലും അദ്ദേഹം കുടുങ്ങാറുമുണ്ട്. അവിടെ എല്ലാം മാപ്പ് ചോദിച്ച് രഹസ്യമായിട്ട് മുങ്ങുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ചിട്ടയുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യ കണ്ടിട്ടില്ല. പലരും ഉണ്ടായിട്ടുണ്ട്. സർ, ഇവിടുത്തെ ഒരു അങ്ങ് നേരത്തെ പറഞ്ഞ വിഷയം ഒന്നുകൂടെ ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാം. ഈ സിഖ് കലാപം, ആ സിഖ് കലാപത്തിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ആഹ്വാനം ചെയ്ത കുടുംബത്തിന്റെ ഇളമുറക്കാരനാണ് രാഹുൽ. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് സിഖുകാർ സുരക്ഷിതരല്ലെന്ന്. അപ്പോൾ ആരാണ് സിഖുകാരുടെ സുരക്ഷ ഇല്ലാതാക്കിയത് വാസ്തവത്തിൽ? അത് എപ്പോഴും അവർ പറയുന്നത് ജഗദീഷ് ടൈറ്റൽ ഉൾപ്പെടെ പലരും ആ കേസ് ഇപ്പോഴും പലരും വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ശിക്ഷിക്കപ്പെട്ടു. കോൺഗ്രസിന്റെ ഡൽഹിയിലെ ഏറ്റവും പ്രമുഖമായ മുഖങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ രാജീവ് ഗാന്ധി എന്താണ് മറുപടി പറഞ്ഞത്? ഒരു വൻവൃക്ഷം കടപുഴകി വീഴുമ്പോൾ അതിന്റെ ചിലപ്പോൾ ഭൂമി കുലുക്കവും ഉണ്ടാകും, അതിന്റെ ചെറിയ ചെടികൾ പോകും. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും അവലംബിച്ചിരിക്കുന്നത്. ചെറിയ മനുഷ്യനല്ലേ, അവന്റെ കേസ് അങ്ങ് തള്ളിക്കളാ. ഞാൻ പ്രതിപക്ഷ നേതാവ്, നെഹ്റു കുടുംബത്തിന്റെ ആള്, അതുകൊണ്ട് എൻ്റെ പേരിൽ കേസെടുക്കാൻ പാടില്ല, ഞാൻ ഭരണഘടനയ്ക്കും നിയമത്തിനും അതീതനാണെന്നല്ലേ ഇയാളിപ്പോൾ പറയുന്നത്. കേസിനെ നേരിടാൻ തൻ്റെ ഇടമുണ്ടോ തനിക്ക്? അതാണ് രാഹുൽ ഗാന്ധി ചോദ്യം. നിങ്ങളിതിലും കുടുങ്ങും, നിങ്ങളിതിലും മാപ്പ് ചോദിക്കേണ്ടി വന്നു. മാപ്പുകളുടെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിങ്ങളിടം തേടും. ലോക റെക്കോർഡിൽ മാപ്പ് ചോദിക്കും. അതെ അതെ, അതാണ് രാഹുൽ ഗാന്ധി സംഭവിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.